നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ തോൽവിയിൽ ആടിയുലഞ്ഞ് സിപിഐഎം. സർക്കാരിനും പാർട്ടിക്കുമെതിരായ വികാരം കേരളമാകെ അലയടിച്ചെന്നാണ് സിപിഐഎം വിലയിരുത്തൽ. തോൽവിയുടെ കാരണങ്ങൾ ഇടകീറി പരിശോധിക്കാനാണ് തീരുമാനം. എൽഡിഎഫിന്റെ തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമെന്ന് സിപിഐ സമസ്ത മുഖപത്രങ്ങൾ വിമർശിച്ചു. തിരുവനന്തപുരത്തെത്തിയ പിണറായി വിജയൻ പതിവ് പോലീസ് അകമ്പടിയും ഔദ്യോഗിക വാഹനവും ഒഴിവാക്കിയാണ് ക്ലിഫ് ഹൌസിലെത്തിയത്. തോൽക്കാം, പക്ഷേ ഇങ്ങനെയൊന്ന് സ്വപ്നത്തിലെ കണ്ടില്ല സിപിഐഎം. ഇടതടിത്തറ തകർത്ത UDF മുന്നേറ്റത്തിൽ ഞെട്ടിത്തെറിച്ചു നിൽക്കുകയാണ് നേതൃത്വം. ഇനി തോൽവിയുടെ കാരണങ്ങൾ ഇഴകീറി പരിശോധിക്കാനുള്ള സമയം. നാളെ ചേരുന്ന സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അതിന്റെ തുടക്കമാകും. ന്യൂനപക്ഷ വോട്ടുകളുടെ ഇത്രയും ശക്തമായ ഇടതുവിരുദ്ധ ഏകീകരണം മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല. SIR-നെ തുടർന്നുണ്ടായ ന്യൂനപക്ഷ ഐക്യം UDF തരംഗത്തിലും പ്രതിഫലിച്ചു. ഉൾപാർട്ടി പ്രശ്നങ്ങളെ തുടർന്നുണ്ടായ പൊട്ടിത്തെറി പാർട്ടി വോട്ടുകൾ ചിതറിച്ചു. കണ്ണൂരിലും ആലപ്പുഴയിലും അത് കനത്ത തിരിച്ചടി നൽകി. ഇതുൾപ്പെടെ നേതൃതലത്തിലെ വീഴ്ചകളിലും സർക്കാർ നയങ്ങളിലുണ്ടായ വ്യതിചലനങ്ങളിലും കടുത്ത വിമർശനമാണ് CPIM-ലും LDF-ലും ഉണ്ടാകാൻ പോകുന്നത്. 10-11 തീയതികളിൽ ഡൽഹിയിൽ ചേരുന്ന PB യോഗം പരാജയ കാരണങ്ങളും സംഘടനാ വീഴ്ചകളും ചർച്ച ചെയ്യും. 22-നും 23-നും കേന്ദ്ര കമ്മിറ്റി യോഗവും വിളിച്ചിട്ടുണ്ട്. തിരുത്തൽ അനിവാര്യമാണെന്ന CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൃത്യമായ സൂചനയാണ്. തെറ്റുതിരുത്തൽ പ്രക്രിയ പാർട്ടി സംഘടനയ്ക്കകത്ത് നടത്തണമെന്ന ജയരാജന്റെ നിലപാടും നേതൃത്വത്തെ ലക്ഷ്യം വെക്കുന്നു. UDF തരംഗത്തിന്റെ പ്രധാന കാരണം സർക്കാർ വിരുദ്ധതയാണെന്ന് ഇപ്പോഴേ പറയാൻ തുടങ്ങി CPI. ഭരണത്തിലെ വീഴ്ചകളും പാളിച്ചകളും മുന്നണി പരിശോധിക്കണമെന്ന് CPI മുഖപത്രമായ ജനയുഗം എഡിറ്റോറിയലിൽ എഴുതി. CPIM-നെ വെല്ലുവിളിച്ച വിമതർ വിജയിച്ചത് ഇരുത്തി ചിന്തിക്കേണ്ട രാഷ്ട്രീയ പ്രതിഭാസമാണെന്നും ജനയുഗം ഓർമ്മിപ്പിക്കുന്നു. ധാർഷ്ട്യവും ധൂർത്തും പ്രതിപക്ഷബോധമില്ലാത്ത പെരുമാറ്റവുമാണ് ഇടതുപക്ഷത്തെ തോൽപ്പിച്ചതെന്നാണ് സമസ്ത മുഖപത്രം സുപ്രഭാതത്തിന്റെ വിമർശനം. ഭരണത്തുടർച്ചയുടെ ആലസ്യം ഉൾപ്പെടെയുള്ള കാരണങ്ങൾ നിരത്തിയാണ് സിറാജിലെ മുഖപ്രസംഗം. CPIM-നേറ്റ കനത്ത തോൽവിക്ക് പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച പിണറായി വിജയൻ ഇന്ന് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി. ഔദ്യോഗിക വാഹനവും പതിവ് പോലീസ് അകമ്പടിയും ഒഴിവാക്കി AKG സെന്ററിലെ വാഹനത്തിലായിരുന്നു യാത്ര. മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ ചിരിയിൽ മാത്രം ഒതുക്കി മറുപടി. AKG സെന്ററിൽ നിന്നിറങ്ങവേ മാധ്യമപ്രവർത്തകരെ കൈവീശി കാണിച്ച് മുഖ്യമന്ത്രി ക്ലിഫ് ഹൌസിലേക്ക് മടങ്ങി. വൈകാതെ പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുമെന്നാണ് സൂചന. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.